റംദാൻ മാസത്തെ വരവേൽക്കാനൊരുങ്ങി ജില്ലയിൽ ഈത്തപ്പഴവും വിവിധ പഴവർഗ്ഗങ്ങളും വിൽക്കുന്ന കടകളിൽ വ്യാപാരം കുത്തനെ ഉയർന്നു. നോമ്പുതുറ സമയത്ത് ആദ്യം ഈത്തപ്പഴം കഴിക്കുന്ന പതിവ് നിലനിൽക്കുന്നതിനാൽ വിപണികളിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് ഇതിനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രധാന മാർക്കറ്റുകളിലും പച്ചക്കറി പഴക്കച്ചവട കേന്ദ്രങ്ങളിലുമെല്ലാം വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഗുണമേന്മ അനുസരിച്ചാണ് വില വ്യത്യാസപ്പെടുന്നതെന്ന് വ്യാപാരികൾ വ്യക്തമാക്കി. കടുത്ത വേനലിലാണ് ഇത്തവണ റംദാൻ മാസം എത്തുന്നത്. ചൂട് കുറയ്ക്കാനും ശരീരത്തിന് ഊർജം നൽകാനും പഴങ്ങൾ സഹായകമാകുന്നു എന്നതിനാൽ നോമ്പുതുറ വിഭവങ്ങളിൽ ഇവയ്ക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. വാഴപ്പഴം, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി, മുസമ്പി, മാതളം തുടങ്ങിയവയ്ക്ക് ആവശ്യക്കാർ കൂടിയിട്ടുണ്ട്. ജ്യൂസ്, സലാഡ്, സ്മൂത്തി തുടങ്ങിയവ തയ്യാറാക്കുന്നതിനായുള്ള വാങ്ങലുകളാണ് വിപണിയിലെ ചലനത്തിന് പിന്നിലെ പ്രധാന കാരണം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങളും ഇറക്കുമതി ഉൽപ്പന്നങ്ങളും എത്തുന്നതോടെ ലഭ്യതയിൽ കുറവില്ലെങ്കിലും ഗതാഗത ചെലവും ആവശ്യകതയും കൂടിയതോടെ ചില ഇനങ്ങൾക്ക് ചെറിയ വിലക്കയറ്റം അനുഭവപ്പെടുന്നുണ്ടെന്ന് കടയുടമകൾ പറഞ്ഞു. തണ്ണിമത്തനാണ് നിലവിൽ വിപണിയിലെ പ്രധാന ആകർഷണം. ചൂട് കഠിനമായതിനാൽ പലരും നോമ്പുതുറയിൽ തണ്ണിമത്തൻ ഉൾപ്പെടുത്തുന്നു. സാധാരണ തണ്ണിമത്തന് കിലോയ്ക്ക് 25-30 രൂപയും മഞ്ഞ തണ്ണിമത്തന് 40 രൂപയ്ക്ക് മുകളിലുമാണ് വില. കിരൺ ഇനം 30 രൂപ വരെ ലഭ്യമാണ്. ആപ്പിൾ കിലോയ്ക്ക് 240 മുതൽ 260 രൂപ വരെ. പച്ചമുന്തിരി 180 രൂപ. കുരുവില്ലാത്ത കറുത്ത മുന്തിരി 240 രൂപ വരെ. മുസമ്പി 160 രൂപ. ഓറഞ്ച് 100 രൂപയ്ക്ക് മുകളിൽ. മാമ്പഴം 120 രൂപ മുതൽ എന്നിങ്ങനെയാണ് നിരക്കുകൾ. ഞാലിപ്പൂവൻ 80 മുതൽ 90 രൂപയ്ക്കും ചെറുനാരങ്ങ 120 മുതൽ 130 രൂപയ്ക്കും വിറ്റഴിയുന്നു. റംദാൻ അടുത്തെത്തുന്നതോടെ വരും ദിവസങ്ങളിൽ വിപണിയിലെ തിരക്കും വ്യാപാരവും കൂടുതൽ വർദ്ധിക്കുമെന്ന് വ്യാപാരികൾ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. കേരള പ്രധാന ന്യൂസ്, കൊല്ലം.